ജെയിംസ് ബോണ്ട് ഓഫ് ഫിലിയാൻട്രോഫി എന്ന് ഫോബ്സ് മാഗസിൻ വിളിക്കുന്ന ബില്യനറിൻ്റെ പേരാണ് ചക്ക് ഫീനി, അമേരിക്കൻ ബില്യനർ. അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പാദ്യം ഏകദേശം $8 ബില്യൺ ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തു. അദ്ദേഹം മരിക്കുമ്പോൾ സ്വന്തമായിട്ട് വീടില്ല, ഒരു 2 ബെഡ്റൂം വാടക ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നൊരു സ്വപ്നം ഇതാണ്: ഞാൻ ഒപ്പിടുന്ന അവസാനത്തെ ചെക്ക് ബൗൺസ് ചെയ്യണം, ആവശ്യത്തിന് അക്കൗണ്ടിൽ പണമില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ ഗോസ്പല് ജീവിച്ച ആളാണ് ചക്ക് ഫീനി. ഇന്നത്തെ ഗോസ്പല് ബിസിനസ്സുകാർക്കുള്ളതല്ല, ഇന്നത്തെ ഗോസ്പല് കൃത്യമായിട്ട് പ്രീച്ചേഴ്സിനുള്ളതാണ്. പ്രീച്ച് ഇൻ പോവർട്ടി എന്ന് വളരെ കൃത്യമായിട്ട് ഈശോ പറയാണ്. നിങ്ങളൊന്നും എടുക്കരുത്. മനസ്സമനാരി പഠിക്കുമ്പോൾ ഒരു മാസധ്യാനത്തിന് ഒരു അച്ഛൻ വന്ന് ധ്യാനിപ്പിച്ചു. അപ്പോൾ അച്ഛനെന്ന് പറഞ്ഞത്, ക്രിസ്തു അന്ന് കഴുതപ്പുറത്തൊക്കെ സഞ്ചരിച്ചു എന്നാണ് പറയാം. എന്നുവെച്ചാൽ അതൊരു പോവർട്ടി അല്ല. കാരണം അന്നത്തെ ലക്ഷറീസ് ആയിട്ടുള്ളൊരു കൺവെയൻസ് ആണ്. അന്ന് ഈശോ അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്തായാലും വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കൺവെയൻസസ് ഈശോ ഉപയോഗിക്കും. അതൊരു പുതിയ കാഴ്ചയായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ സ്വന്തം കാറിൽ തിരിച്ചു പോയി. അപ്പോഴാണ് ഒരു ബ്രദർ ആ കാറിൻ്റെ വില പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ എന്തുകൊണ്ടാണ് ഈ ഗോസ്പലിൽ ഇത്ര വെള്ളം ചേർത്തതെന്ന്. ഒരു ഇൻസ്റ്റാ റീൽസ് കണ്ടു. അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ്: ഡ്വെല്ലിങ്സ് ഓഫ് സെയിൻസ്, വിശുദ്ധരുടെ ബെഡ്റൂംസ് കാണിക്കുന്ന ഒരു റീലാണ്. അതിൻ്റെ അകത്ത് ആവിലയിലെ അമ്മ ത്രേസ്യയുടെ ഉണ്ട്, കൊച്ചു ത്രേസ്യയുടെ ഉണ്ട്, സെയിൻറ്റ് ബെർണഡീറ്റിൻ്റെ ഉണ്ട്, ജോൺ വിയാനിയുടെ ഉണ്ട്, ജോൺ ബോസ്കോയുടെ ഉണ്ട്, സെയിൻറ്റ് ജമ്മയുടെ ഉണ്ട്, പാദ്രോ പിയോയുടെ ഉണ്ട്. അതിൽ പാദ്രോ പിയോ ഉറങ്ങിയിരുന്ന പില്ലോട്ട് വെച്ചിരുന്ന കല്ലൊക്കെ കാണിക്കുന്നുണ്ട്. ആ മുറിയൊക്കെ കാണുമ്പോൾ പറയാം എന്തൊരു ദാരിദ്ര്യമാണ്, പക്ഷേ വലിയ സൗന്ദര്യമുണ്ട്. അവർ ലിവ്ഡ് ഇൻ പോവർട്ടി. പിന്നെ പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ.